സമകാലിക കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ ഉമ്മൻചാണ്ടിയുടെ ജനകീയതയെപ്പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ചാണ്ടി ഉമ്മൻ്റേത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ തന്നെ സൈക്കിൾ റാലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ ഉപാധിയായി അദ്ദേഹം സ്വീകരിച്ചത്. സൈക്കിൾ മണ്ഡലം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്റെ പടമുള്ള ഫ്ലെക്സുകൾ അടിക്കില്ല, അതിന് വേണ്ട കാശ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കും. അത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെത്. ജി സുധാകരനും സമാനമായ ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങി ഉള്ള പ്രചാരണം കുറയും, ഓഫീസുകൾ ഉണ്ടാകില്ല, യോഗങ്ങൾ കുറയ്ക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന UDF അതിന് സമ്മതിക്കുമോ എന്നറിയില്ല. എന്തായാലും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഇവർ എടുത്തത് മറ്റു രാഷ്ട്രീയ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും മാതൃകയാകുമോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇങ്ങനെ ചില തീരുമാനങ്ങൾ ചിലരൊക്കെ എടുത്തിരുന്നു. പക്ഷെ അതിനൊരു പിന്തുടർച്ചയോ മാതൃകയോ ഉണ്ടായിട്ടില്ല. 40 ലക്ഷമാണ് കേരളത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള പരമാവധി അതിന് ചെലവാക്കാനുള്ള തുക. അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്ന് നമുക്കറിയാം. അത് അധാർമികമായ രാഷ്ട്രീയ മൂല്യബോധമില്ലാത്ത വഴികളിലൂടെയാണ് സ്വീകരിക്കുന്നതെന്നും നമുക്കറിയാം. വലിയ വൻകിട ബാർ ഉടമസ്ഥരിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് ഇടതെന്നോ വലതെന്നോ BJP എന്നോ ഒന്നും വ്യത്യാസമല്ല. ഇനി സ്വതന്ത്രർ പോലും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങാറുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ, പിന്നെ പ്രമുഖ വ്യക്തികൾ. സത്യം പറഞ്ഞാൽ ഒരു സാമൂഹിക സമത്വം ഈ കാശ് പിരിവിന്റെ കാര്യത്തിലാണ് കേരളത്തിലുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചു കഴിഞ്ഞാലും കാശുള്ള ആൾക്കാർ കാശ് കൊടുക്കും. കാര്യം നിന്ന് പഴിക്കണമല്ലോ. അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യായീകരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.